പ്രിയ പ്രേക്ഷകരെ, 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം, അതായത് വലിയ തോതിൽ സ്വർണത്തിന്റെ വില ഇടിഞ്ഞതിന് ശേഷം ആണ് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ വില അനുസരിച്ച് 1 ഗ്രാം സ്വർണത്തിന് 270 രൂപ ആണ് വർദ്ധിച്ചിട്ടുള്ളത്. അതായത് പവന് 2100 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതായിരുന്നില്ല സാഹചര്യം. സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2 ദിവസം കൊണ്ട് ഏതാണ്ട് പവന് 6000 രൂപയോളം ഇടിവ് സംഭവിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയം ആണോ ഇത്? ഇനിയും സ്വർണത്തിന്റെ വില ഇടിയാൻ സാധ്യതയുണ്ടോ? അതെയോ സ്വർണ്ണവില വർദ്ധിക്കുമോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്വർണത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഒന്ന്, മലയാളികൾക്ക് ചരിത്രപരമായി തന്നെ സ്വർണത്തോട് അഭിനിവേശമുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ മലയാളികൾ മറ്റേതൊരു ആഭരണത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന കാലഘട്ടമാണ്. ഒരു പക്ഷേ പുതിയ തലമുറ, അതായത് ജെൻസി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന പുതിയ തലമുറയെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവർക്കും ഈ സ്വർണ്ണാഭരണങ്ങളോട് മറ്റ് ആഭരണങ്ങളെ അപേക്ഷിച്ച് ഒരു അഭിനിവേശമുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊന്ന്, സ്വർണം എന്നത് ഏറ്റവും സുരക്ഷിതമായൊരു നിക്ഷേപമായി മലയാളികൾ കരുതുന്നുണ്ട് എന്നതാണ്. വൻകിട നിക്ഷേപകർ മാത്രമല്ല, ഇടത്തരം കുടുംബങ്ങൾ, സാമ്പത്തികമായി അല്പം പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, അവർക്കെല്ലാം ഒരു മൂലധനം അല്ലെങ്കിൽ ഒരു നീക്കിയിരിപ്പ് എന്ന നിലയിൽ അവർ എപ്പോഴും സംഭരിക്കുന്നത് സ്വർണ്ണമാണ്. അതിന് കാരണം ചെറിയ തുകയ്ക്കും സ്വർണം ചെറിയ അളവിൽ വിപണിയിൽ നിന്ന് വാങ്ങിക്കാം. പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ അത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാം. ഇതാണ് സ്വർണ്ണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുന്നത്. നമുക്ക് ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ച് പോകാം. അതായത് ഇന്ന് സ്വർണ്ണവില കൂടി എന്നത് ഞാൻ സൂചിപ്പിച്ചു. ജൂൺ 12-ാം തീയതി ഇന്ന് സ്വർണ്ണവില കൂടി. എന്നാൽ 11-ാം തീയതി ഇന്നലെ സ്വർണത്തിന്റെ വില എന്നത് ഗ്രാമിന് 13,350 രൂപ ആയിരുന്നു. അതായത് ഇന്നലെ പവന്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഒപ്പം ഗ്രാമിന്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഗ്രാമിന് 195 രൂപയുടെ കുറവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. പവന് 1560 രൂപയുടെ കുറവും രേഖപ്പെടുത്തി. അങ്ങനെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,06,800 എന്ന നിലയിൽ ആയിരുന്നു ഇന്നലെ വിപണിയിലെ സ്വർണത്തിന്റെ വില. ഇവിടെ പ്രേക്ഷകരെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, ഇത് സ്വർണത്തിന്റെ മാത്രം വിലയാണ്. ആഭരണമായി വാങ്ങാൻ പോകുന്നവർക്ക് തീർച്ചയായും 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുമ്പോൾ അതിന് പണിക്കൂലി നൽകേണ്ടതായി വരും, ഒപ്പം GST നൽകേണ്ടതായി വരും. അപ്പോൾ 1 ലക്ഷം രൂപ എന്ന് സ്വർണത്തിന്റെ വില പറയുമ്പോൾ പോലും 1,20,000 രൂപയോടടുത്തൊക്കെ ഒരു പവൻ സ്വർണം വാങ്ങുന്നതിന് ഒരു ഉപഭോക്താവിന് നൽകേണ്ടതായി വരും. എന്നാൽ ഇന്നലത്തേക്കാൾ, അതായത് കഴിഞ്ഞ ദിവസത്തെ, അതായത് 10-ാം തീയതി, ജൂൺ 10-ാം തീയതി സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു പവൻ സ്വർണത്തിന് ഒരു ദിവസം 3,960 രൂപയുടെ കുറവുണ്ടായി എന്നുള്ളതാണ്. അതാകട്ടെ 10-ാം തീയതി 2 തവണയായി സ്വർണത്തിന്റെ വില കുറഞ്ഞു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വില കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,06,800 എന്ന നിലയിലും ആയിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരം ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കുത്തനെ കുറഞ്ഞത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇതാ നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ വില 1,06,000 എന്ന് പറയുമ്പോൾ മറ്റൊരു വിലയുമായി നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അതായത് 2026 ജനുവരി 29-ന് ഇന്ത്യയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നു. അതിൻ്റെ പ്രതിഫലനം നമ്മൾ കേരളത്തിലും കണ്ടതാണ്. 1 ഗ്രാം സ്വർണത്തിന് 16,395 രൂപ ആയിരുന്നു ഫെബ്രുവരി 29-ലെ വില എന്നതാണ്. ഒരു പവൻ സ്വർണത്തിന് 1,31,000 രൂപ എന്നതാണ്. അതായത് കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണവില എന്നതാണ് ഈ കാണുന്ന വില വിവര പട്ടിക. ഇവിടെയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. 1,31,000 രൂപയിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം 1,06,000, 7,000 എന്ന നിലയിലേക്കൊക്കെ ഇടിഞ്ഞിട്ടുള്ളത് എന്നതാണ്. അതായത് ഈ വർഷം ആദ്യം ജനുവരി മാസത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങിച്ച ആൾക്ക് ആ സ്വർണത്തിന്മേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 25,000 രൂപയുടെ നഷ്ടം ആണ് എന്നതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. ഓർക്കുക, ഈ ജനുവരി മാസത്തിൽ സ്വർണം വാങ്ങിച്ച ആളുകൾ ഇപ്പോഴാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ വില ഏതാണ്ട് 20,000-ന് മുകളിൽ താഴ്ന്നു നിൽക്കുന്നു. അതുമാത്രമല്ല, ഈ 6 മാസം ഒരു പലിശ എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മൾ ആ പണം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതിന് ലഭിക്കുന്ന മറ്റൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു തുകയുണ്ട്. അതുകൂടി നോക്കുമ്പോഴാണ് സ്വർണം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ
വലിയ നഷ്ടത്തിൽ പോകുന്നത് എന്നതാണ്. എന്താണ് ഈ വില കുറയാൻ കാരണം? അതിൽ പ്രധാന കാരണം എന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം തന്നെയാണ്. പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമാണ്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്നതിൽ നമുക്ക് ഒരു വ്യക്തതയുമില്ല. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ക്രൂഡ് ഓയിലിൻ്റെ വിലയടക്കം വർദ്ധിക്കാൻ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കുറേയേറെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, ഒരേ വാഹനത്തിൽ കഴിയുന്നത്ര ആളുകൾ യാത്ര ചെയ്യുക, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ആയിരുന്നു. അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ചത് കഴിയുന്നത്ര 1 വർഷമെങ്കിലും നിങ്ങൾ സ്വർണം വാങ്ങാതിരിക്കൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം തന്നെയാണ് സ്വർണത്തിന് വലിയ തിരിച്ചടിയായിട്ടുള്ളത്. സ്വർണം വാങ്ങാതിരിക്കാൻ കഴിയത്ര ശ്രദ്ധിക്കണം എന്ന് പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ആഗോള വിപണിയെ പൊതുവിൽ ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് സ്വർണ്ണ വിലയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്ന് എന്നത് അമേരിക്കൻ വിപണി ആണ്. US മാർക്കറ്റ് ആണ് ഇതിലേറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒന്ന്. അമേരിക്കൻ റിസർവ്, അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് അവരുടെ പലിശ നിരക്കുകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ ആഗോള തലത്തിൽ തന്നെ സ്വർണ്ണത്തിൻ്റെ വിലയെ ബാധിക്കുന്നു എന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ അമേരിക്കൻ ഡോളർ ആണ് ലോകരാജ്യങ്ങളിൽ ഏറെയും അവരുടെ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരികൾ തന്നെ സ്വർണം വാങ്ങുമ്പോൾ ആ സ്വർണം വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ആളിന് പണമായി നൽകുന്നത് എപ്പോഴും ഡോളർ രൂപത്തിൽ ആയിരിക്കും, നേരിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിയല്ല. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഉയരുകയും താഴുകയും ചെയ്യുന്നതിന് അനുസരിച്ച് ഈ രൂപയുടെ മൂല്യത്തിൽ മാറ്റമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതും സ്വർണ്ണത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ US റിസർവ്, അതായത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഇപ്പോൾ പലിശ നിരക്ക് വീണ്ടും ഉയർത്തുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെ അമേരിക്കയുടെ റിസർവ് ബാങ്ക് അവിടുത്തെ പലിശ നിരക്ക് ഉയർത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് ബോണ്ടുകളിന്മേലുള്ള നിക്ഷേപം വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് ബോണ്ടുകൾക്ക് കൂടുതൽ പലിശ ലഭിക്കും. അപ്പോൾ പിന്നെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നതുകൊണ്ട് വൻകിട നിക്ഷേപകർ ബോണ്ടിൽ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം ഡോളർ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം കുറയും. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു ഡോളറിന് ഇപ്പോൾ 80 രൂപയാണ് നൽകേണ്ടത് എങ്കിൽ ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ അത് 81, 82, 83 അങ്ങനെ കൂടുതൽ തുക നൽകേണ്ടതായി വരും. അപ്പോൾ സ്വർണ്ണ വ്യാപാരത്തെ ആ നിലയിൽ അത് ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ബോണ്ടുകൾ തന്നെയാണ് ആകർഷകത്വം നിറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ബോണ്ടുകളിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. ഒപ്പം യുദ്ധ സാഹചര്യം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിലും വ്യക്തതയില്ല. മറ്റൊന്ന്, ഇപ്പോൾ അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണത്തിൻ്റെ വില ഇത്രമേൽ കുത്തനെ കുറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ്. അതിന് കാരണം എന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിൻ്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടായി എന്നതാണ്. നമ്മൾ സൂചിപ്പിച്ചു, പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചൊരു കണക്ക് ഉണ്ട്. അത് ജനുവരി മാസത്തിൽ ആയിരുന്നു സംസ്ഥാനത്ത് റെക്കോർഡ് സ്വർണ്ണവില രേഖപ്പെടുത്തിയത്. 1,30,000-ന് മുകളിൽ ആയിരുന്നു പവൻ്റെ വില. ആ 6 മാസം താരതമ്യം ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഏറ്റവും താഴ്ന്ന നിരക്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ രേഖപ്പെടുത്തുന്നത് ഇപ്പോഴാണ്. ഔൺസിന്, അതായത് അന്താരാഷ്ട്ര വിപണിയിലെ മാനദണ്ഡം എന്നത് നമ്മൾ പവൻ, ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ അത് ഔൺസ് കണക്കാണ്. ഔൺസിന് $4,100 എന്നതാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലും കേരളത്തിലും സ്വർണത്തിൻ്റെ വില ഇടിയാൻ കാരണം. ഇവിടെ സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകുന്ന സംശയം, ഇനിയും സ്വർണത്തിൻ്റെ വില കുറയുമോ, 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് എത്തുമോ? അവിടെ കൃത്യമായി പറയാനുള്ളത്, സ്വർണത്തിൻ്റെ വില മുൻകൂട്ടി പ്രവചിക്കുക എന്നത് അസാധ്യമാണ്. ഈ ലോക സാഹചര്യങ്ങൾ, ഭൗമ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും സ്വർണത്തിൻ്റെ വില എപ്പോഴും രേഖപ്പെടുത്തുക എന്നതാണ്. ഇനി 1 ലക്ഷത്തിന് താഴേക്കോ പവന് 80,000 രൂപ വരെ താഴേക്കോ ഒക്കെ പോയേക്കാം എന്ന് നിരീക്ഷിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ ഉണ്ട്. അത് സംഭവിക്കണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോഴത്തെ രാജ്യാന്തര വിപണിയിലെ വില 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $4,100 എന്ന നിലയിലാണ് എങ്കിൽ അത് ഒരു പക്ഷേ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ് എങ്കിൽ $3,500 ഇടിഞ്ഞേക്കാം എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ $3,500 1 ഔൺസ് സ്വർണത്തിൻ്റെ വില ഇടിയുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഇന്ത്യയിലും പ്രതിഫലിക്കും. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണം എത്തുകയുള്ളൂ. അങ്ങനെ എത്തിയാൽ ഒരു പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ 80,000 രൂപയിലേക്ക് ഒക്കെ താഴ്ന്നേക്കാം. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, പൊതുവിൽ ഈ വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സ്വർണം
ഒരു സുരക്ഷിത നിക്ഷേപം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഈ ഇടക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചാഞ്ചാട്ടങ്ങൾ അല്ല സ്വർണ്ണ വിപണിക്ക് പ്രധാനം. മറിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് കരുതൽ ധനമായി എപ്പോഴും ശേഖരിക്കുന്നത് സ്വർണ്ണമാണ്. അതായത് നമുക്കൊരു പ്രളയമുണ്ടാകുന്നു, നമ്മളൊരു യുദ്ധഭീതി നേരിടുന്നു, യുദ്ധക്കെടുതി നേരിടുന്നു, ഇതിനൊക്കെ അപ്പുറത്ത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു സുരക്ഷിത നിക്ഷേപം നമുക്കുണ്ടാകണം. ആ നിക്ഷേപമായിരിക്കും വിപണിയിൽ ഉപയോഗിക്കുക. അങ്ങനെ വിൽക്കാൻ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാകണം. ആ പ്രൊഡക്റ്റായി റിസർവ് ബാങ്ക് ഇപ്പോഴും കരുതുന്നത് സ്വർണ്ണത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് സ്വർണം എന്നത് പ്രധാനപ്പെട്ടതാവുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളുടെ ബാങ്കുകളും റിസർവ് ബാങ്കുകളും സ്വർണം തന്നെയാണ് നിക്ഷേപമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം വളരെ പെട്ടെന്ന് ഇടിയുന്ന ഒന്നല്ല എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന്, പശ്ചിമേഷ്യയിലെ സംഘർഷം, അതും ഒരു നിശ്ചിത സമയത്തിനപ്പുറത്തേക്ക് പോകില്ല. അതിൽ ഒന്നുകിൽ ഒരു യുദ്ധം, അതിന് ആർക്കെങ്കിലും വിജയമുണ്ടാകും, മറ്റൊരാൾ പരാജയപ്പെടും. അതല്ല എങ്കിൽ ഒരു സമാധാന ഉടമ്പടിയിലൂടെ അത് പരിഹരിക്കപ്പെടും. മറ്റൊരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും ഈ സ്വർണത്തിൻ്റെ വില, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അമേരിക്കൻ മാർക്കറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് അമേരിക്കൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡോളർ ശക്തമായി കൊണ്ടിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഈ ഡോളറിന് പകരം മറ്റ് കറൻസികൾ വിനിമയ മാർഗത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞേക്കാം. അങ്ങനെയെങ്കിലും തീർച്ചയായും സ്വർണത്തിന് വില കൂടും. അപ്പോൾ ബോണ്ടുകൾ ദുർബലമാകും, കൂടുതൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണം വാങ്ങുവാൻ പറ്റുന്ന സമയമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സ്വർണം വാങ്ങാൻ പറ്റുന്ന സമയമാണ്. വരും ദിവസങ്ങളിൽ സ്വർണം ഇടിയുമോ എന്ന സാധ്യത ഈ പശ്ചാത്തലങ്ങളെ ആശ്രയിച്ച് തന്നെയായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണം എന്നത് ഒരു മികച്ച നിക്ഷേപം തന്നെയായിരിക്കും എന്നാണ് വിപണി വിദഗ്ധർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.